എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മലയാളം ആരോഗ്യത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വരുത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത്? ഷെയറിങ് ആണ്. ഗൈഡൻസ്, 2 of Cups and friendliness, integration, temperance, turning in, difference, participation. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുമ്പം നിങ്ങൾ ഈ ഒരു ഫൈറ്റിങ്ങിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങളോടോ മറ്റുള്ളവരോടോ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തോടായിരിക്കാം, ചിലപ്പോൾ അത് നിങ്ങളോട് തന്നെ ആയിരിക്കാം. അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്തിരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വളരെ മുന്നോട്ടേക്ക് പോയി എന്ന് കാണുന്ന കുറേയധികം ആൾക്കാർ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറ്റങ്ങളെല്ലാം നമ്മളെ സ്വയം പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്ത തെറ്റ് പോലും നമ്മൾ ഏറ്റെടുത്ത് ഇതെൻ്റെ കർമ്മഫലമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതും കർമ്മഫലമാണെന്ന് വിശ്വസിക്കുന്നത് ഓക്കെ, ഇതെൻ്റെ കർമ്മഫലമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. ഇത് മുന്നോട്ട് പോകാതെ നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളോട് കരുണ കാണിക്കാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി എന്നാണ് കാണുന്നത്. ഷെയറിങ് ആണ്. നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടും ഒരുപാട് സ്നേഹവും സഹാനുഭൂതിയൊക്കെ ജെന്യൂനായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറി എന്നുള്ളതാണ്. ഗൈഡൻസ് വന്നിട്ടുണ്ട്, ടേണിങ് ഇൻ വന്നിട്ടുണ്ട്, ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇൻ്റഗ്രേഷൻ ഒരു ടെമ്പറൻസ് ആണ്, ബാലൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഡിപ്രഷൻ വരും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരുടെയും ജീവിതത്തിലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും തന്നെ ഇല്ല. പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ചിലപ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ ഇതൊക്കെ കടന്നു പോകും, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളതാണ്, ഇതും കടന്നു പോകും എന്നൊരു ഒരു മാനസികാവസ്ഥ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നമ്മളതൊന്ന് ബാലൻസ് ചെയ്യും. നമുക്കത് ഒന്നും ആ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് ഓവർ ടെൻസ്ഡ് ആകാതെ നമുക്കിരിക്കാൻ പറ്റും, നമ്മളെ തന്നെ പീഡിപ്പിക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ ചിലർ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പിന്നെ ഒട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഒരു വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ശരിക്കും ഒരു ബാലൻസ്, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ വരുന്നത് പോലെ വരട്ടെ, എനിക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ ദൈവം എനിക്ക് തരുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് അവർ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലവർ സക്സസ് ആയി എന്നാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ടേണിങ് ഇന്നാണ്. നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പലരും ഒരു തേടയൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഈ പുറത്ത് എന്ത് പ്രശ്നങ്ങൾ നടന്നാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു എന്നാണ്, നമ്മുടെ ലൈഫ് രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കുറേയധികം ആൾക്കാർ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. എന്ത് തന്നെ വന്നോട്ടെ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ അങ്ങ് ജീവിച്ചു പോകും, അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രം ദൈവം എനിക്ക് തരും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ നിങ്ങൾ വളരെ ശരിക്കും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്.
പിന്നെ ഓർഡിനറീസ്നെസ് ആണ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും എന്തെങ്കിലും ഒരു ഫങ്ഷന് പങ്കെടുക്കാവോ, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കാണുമോ, അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ വെക്കുമോ, അങ്ങനെ എന്തോ ഒരു കാര്യം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പഠിച്ച ആൾക്കാർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതൊരു മീറ്റിംഗ് പോലെ. അപ്പോൾ പഴയ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനത്തെ ഒരു കാര്യവും വരുന്നുണ്ട്. പിന്നെ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അതൊരു ചിലപ്പോൾ ചിലർക്കൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പുമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വളരെ ഫ്യൂച്ചറിൽ വളരെയധികം നിങ്ങളെ ഒരു നന്മയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഓഫറുമായിട്ട് ആരെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങളൊരു സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലർക്ക് ഇതൊരു റിലേഷൻഷിപ്പാണ്. പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരികെ എത്തുന്നു എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ളൊരു ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്ന് കാണുന്നുണ്ട്. പൊതുവെ കുറേയധികം ആൾക്കാർക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണെന്ന്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിലൊരു പാത്രം എനിക്കില്ല എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്, അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ബാക്കി കൂടി നോക്കാൻ, അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ക്യൂൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 8 of Pentacles, 2 of Swords, 10 of Wands. അതൊരു ഡബിൾ കാർഡിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. ഡബിൾ കാർഡിൻ്റെ ഷാഡോയാണ്. ഇതൊരു ലവേഴ്സ് കാർഡിൻ്റെ ഷാഡോയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഇതിൽ ഒരു കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് വാൻഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്തോ ഒരു അധികാരം നഷ്ടപ്പെട്ടു പോയ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. അവരെന്തായിരുന്നോ ആ ഒരു അവസ്ഥ നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലായിപ്പോയി എന്നാണ് കാണുന്നത്. അതിൽ കുറച്ചധികം ആൾക്കാർക്ക് ഇതൊരു നെഗറ്റീവ് എനർജി പാസ്റ്റിലുണ്ടായിരുന്നു. അത് ചില ആൾക്കാർക്ക് ഇതൊരു പ്രണയവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അതുകൊണ്ടാണ് ഒരു ലവേഴ്സ് കാർഡിൻ്റെ ഒരു ഷാഡോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാനസികമായിരിക്കും കേട്ടോ. ചിലർക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകുമ്പം അവർക്ക് മുന്നോട്ടേക്ക് പോകാനേ പറ്റൂല. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അവർ വേറെ എന്തും സഹിക്കും. നമുക്കിപ്പോൾ പണം നഷ്ടപ്പെട്ടു പോയാലും, നമുക്ക് ജോലി നഷ്ടപ്പെട്ടു പോയാലും ഒക്കെ പ്രശ്നമേ ഇല്ല. പക്ഷെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അത് മുന്നോട്ട് പോകാൻ പറ്റാതെ ശരിക്കും ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായി, ഒരു നഷ്ടപ്പെടലുണ്ടായി. അതിൽ ശരിക്കും ഈ അവനവൻ്റെ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാരണം ഇത് ചിലർക്ക് ഇതൊരു ചെയ്തിരുന്ന ഒരു ജോലിയാണ് കേട്ടോ. അവർ ഒരുപാട് പ്രണയത്തോടെ ചെയ്തിരുന്ന ഒരു ജോലിയായിരിക്കാം. ശരിക്കും അവർ ആഗ്രഹിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ജോലി അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ആ ജോലി നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ കൊളീഗ്സ് തന്നെ ഉണ്ടാക്കിയ ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ നല്ല ആക്റ്റീവായ ആൾക്കാരുണ്ടായിരിക്കാം, ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ മാനേജ്മെൻറ്റിന് നിങ്ങളോട് വളരെയധികം ഇഷ്ടം തോന്നി
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങളത് ന്യൂലി ജോയിൻ ചെയ്ത ആൾക്കാരായിരിക്കാം. കുറച്ച് ആൾക്കാർ, പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങളോടൊരു ഒരു എൻവി തോന്നി അവരെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാക്കി നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയതുമായിരിക്കും. അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്ന ഒരു കാര്യം ഒരു നെഗറ്റീവ് വന്നാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർക്കും അതൊരു ഒരു ജോലിയാണ്. കാരണം ഒരു കിങ് ഓഫ് സോർട്സും ക്യൂൻ ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു ശരിക്കും ഒരു സ്റ്റെബിലിറ്റി, അവർ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ജോലിയായിരുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പാണ്. അങ്ങനെ ഒരു കാര്യം തിരിച്ച് അവരുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അത് ഇതിപ്പോൾ കിങ് ഓഫ് കപ്സ് വീണ്ടും വന്നിട്ടുണ്ട്. ശരിക്കും അവർ ഇത് ഷാഡോയൊക്കെ മാറി അവരുടെ ആ ഒരു നെഗറ്റീവൊക്കെ മാറിപ്പോയി എന്നുള്ളത് കാണും. കാരണം ഡെവിൾ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെവിൾ വന്നതും ഡെവിളിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഡെവിളിനൊരു ശക്തി കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എനർജിയൊക്കെ മാറി അവർക്ക് തിരികെ ഒന്നുകിൽ ആ സെയിം ഓഫീസിലേക്ക്, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടതുപോലെ ആഗ്രഹിച്ചതുപോലെ അതിനേക്കാളും ഒരുപടി മുന്നിലുള്ള ഒരിടത്തേക്ക് അവർക്ക് ജോലി കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അവർ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ടെലഫോൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സമയം അവർക്ക് കുറച്ച് സമയം ദോഷം ഉണ്ടായിരിക്കാം. സമയം ഇപ്പം നമ്മളുടെ ആ ഒരു നമുക്ക് സമയം ശരിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാത്ത തെറ്റുകൾക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തും. നമ്മളുടെ കൂടെ ഉള്ള എല്ലാവരും നമ്മളെ ഒറ്റയ്ക്കാക്കി മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ദ്രോഹിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആരോ കടന്നുപോയി, ആരൊക്കെയോ കുറച്ചധികം ആൾക്കാരുണ്ട് ഇതെന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് തിരിച്ച് അവർ അതേ സെയിം പൊസിഷനിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു പടി കൂടി മുന്നിലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. ഇന്നോ അല്ലെങ്കിൽ ഈ നിയർ ഫ്യൂച്ചറിലോ അത് സംഭവിക്കുന്നത് കാണുന്നുണ്ട്. കാരണം ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. അവർക്കും ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ശരിക്കും അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഒരു കണ്ണ് കെട്ടിയിരുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് വഴി കാണാൻ പറ്റുന്നില്ല. ഇവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന്. പക്ഷേ അത് അപ്രതീക്ഷിതമായ ഒരു ലൈഫിൽ വന്നു പെട്ടു. എല്ലാം ജീവിതമേ തകിടം മറിഞ്ഞു പോയി എന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് തിരിച്ചവർ ആ ഒരു സ്ട്രഗ്ലിങ് പീരീഡൊക്കെ മാറി അവരത് തിരിച്ചവരുടെ ആ ഒരു ചെയറിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സമയമാണ്. ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ ആ ഒരു വ്യക്തി അവരെ വിട്ടിട്ട് പോയ ആ ഒരു കാര്യം എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വന്നാണ് അത് വിട്ടിട്ട് പോയെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ മാറിയിട്ടുണ്ട്. നെഗറ്റിവിറ്റിയുടെ എഫക്റ്റൊക്കെ മാറി ആ ഡബിളിൻ്റെ എനർജിയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് വീണ്ടും നിങ്ങൾ ചിലപ്പം ഈ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പം ഈ നെഗറ്റിവിറ്റി നിങ്ങൾ തന്നെ ചിലപ്പോൾ റിസീവ് ചെയ്ത് വെച്ചതായിരിക്കാം. അവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ പറയുന്നു, അവർക്ക് അപ്പം നിങ്ങൾ കുറേ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ കുറേയധികം ശക്തി കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വിട്ടിട്ട് പോയ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവരെന്ത് ചെയ്യുന്നോ അവരെന്ത് പറയുന്നോ ആ ഒരു എനർജി നമ്മളിലേക്ക് ശരിക്കും ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളുടെ എനർജി കുറവാണ്, നമ്മൾ ഒരുപാട് ടെൻസ്ഡാണ്, ഒരുപാട് വിഷമത്തിലാണ്. അപ്പം നെഗറ്റീവ് എനർജിയും നമ്മളുടെ ഓറയൊക്കെ ശരിക്കും വീക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും, ഈവൻ മനസ്സുകൊണ്ട് ശപിച്ചാലും നാക്ക് കൊണ്ട് പറഞ്ഞാലും ആ ഒരു കാര്യം നമ്മളുടെ ഓറയിലേക്ക് വരും. അപ്പോൾ അത് നമ്മളിലേക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് അത് പ്രവേശിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നെഗറ്റീവിനെ ഭയപ്പെടുന്തോറും അത് നമ്മളിലേക്ക് വരും. നമ്മളെ ദ്രോഹിച്ച പറ്റിച്ച നമുക്ക് വേദന തന്നിരുന്ന ആൾക്കാരെ കുറിച്ച് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ അവരെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ നമ്മളിങ്ങനെ അവരെന്തായി എന്ന് നമുക്കൊരു ഈഗറായിരിക്കും എപ്പോഴും. അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു, എന്നെക്കുറിച്ച് എന്താണ് അവർ പറയുന്നത് എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ അത് അറിയാനൊരു ആകാംക്ഷ കൂടുതൽ കാണിക്കും തോറും ഇവർ ചെയ്യുന്ന എല്ലാ നെഗറ്റീവും നമ്മൾ വീണ്ടും നമ്മളിലേക്ക് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഒരുപാട് ദ്രോഹിക്കുകയോ പറ്റിക്കുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കൂട്ടം വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക, ആരോടും തിരക്കാതിരിക്കുക, ഡിസ്കഷൻസ് ഒഴിവാക്കുക. നമ്മളിപ്പോൾ ടെൻഷൻ മാറ്റുന്നത് പലപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഇത് കുറേ പ്രാവശ്യം പറഞ്ഞായിരിക്കും ആ ഒരു ടെൻഷൻ മാറ്റുന്നത്. ദയവായി നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾക്ക്
എന്തെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് പേപ്പറിൽ എഴുതി കത്തിച്ച് കളയുക. നിങ്ങളുടെ പറയാനുള്ളൊരു കാര്യം പേപ്പറിൽ എഴുതി അതങ്ങ് കത്തിച്ച് കളയുമ്പോൾ അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളിനോട് പറയുമ്പം അവരുടെ എനർജി ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. അപ്പം അതും കൂടും. അപ്പം ഇത് ഇപ്പോൾ എല്ലാം എനർജിയാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരെ കുറിച്ച് മാക്സിമം അവർ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ അല്ലാത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളവരെ ബ്ലെസ് ചെയ്യുക. രോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിന്തകൾ കുറയും, നിങ്ങളുടെ ചിന്തകളുടെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ അവരെന്ത് ചെയ്താലും അത് നിങ്ങളിലേക്ക് വരില്ല. ഇത് നിങ്ങൾ തന്നെ റിസീവ് ചെയ്തെടുത്ത, നിങ്ങൾ തന്നെ വാങ്ങി വെച്ച ഒരു നെഗറ്റിവിറ്റിയും കൂടെയാണ്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്ത് ഇതായതാണ്, അല്ലെങ്കിൽ ചിന്തിച്ച് ഇങ്ങനെ ആയതാണെന്ന് കാണുന്നുണ്ട്. അതിനി അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഒരു മെസ്സേജ്. ഇന്നത്തെ ദിവസം എന്തായാലും വളരെ പോസിറ്റീവാണ്. എല്ലാവർക്കും ഈ പോസിറ്റിവിറ്റി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ പെയ്ഡാണ്, അതിന് പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ അല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് നിർത്താം. താങ്ക് യു.